ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ഗൗതം ഇങ്ങനെ 2 മിനിറ്റ് കൊണ്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് നീ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഗൗതം ഡ്രസ്സൊക്കെ മാറി ഉമ്മറത്ത് വന്നിരിക്കുമ്പോൾ നിധി ബ്രേക്ക്ഫാസ്റ്റുമായി വന്നിരിക്കുകയാണ് കേട്ടോ. അത് കാണുന്ന ഗൗതം ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഉപ്പുമാവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പുമാവും നല്ലൊരു കോഫിയും ഗൗതമിനെ നിധി കൊടുക്കുകയാണ്. ആ സമയം നിധി ഈ കോഫി മുന്നിൽ വെച്ച് കൊടുക്കും, കയ്യിലിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഗൗതം നിധിയുടെ കയ്യിൽ കയറി പിടിക്കാൻ കേട്ടോ. പിന്നീട് നിധിയെ അങ്ങ് അലിയിപ്പിക്കുന്ന ആ ഒരു തരം നോട്ടമാണ് ഗൗതം നോക്കുന്നത്. ആ നോട്ടത്തോടു കൂടി നിധിക്ക് വല്ലാത്തൊരു നാണം തോന്നുന്നു കേട്ടോ. അങ്ങനെ നിധി പറയുന്നുണ്ട്, എന്താ ഗൗതം നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്, അത് വല്ലാതെ എൻ്റെ മനസ്സിനെ താളം തെറ്റിക്കുന്നു. ഗൗതം നീ ഇങ്ങനെ നോക്കാതെ എന്ന് പറയുമ്പോൾ നിധിയുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം നിധി ഗൗതം ഈ നോട്ടൊക്കെ ഒന്ന് നിർത്തിക്കേ. അപ്പോൾ ഉടനെ പിന്നെ ഞാൻ എന്താ വേണ്ടത്, അതെ നമുക്കൊരു ജോലി കണ്ടെത്തണ്ടേ, നമുക്ക് 2 പേർക്കും ഒരു ജോലി വേണം. നിനക്ക് ജോലിയൊന്നും വേണ്ട, നമുക്കിപ്പോൾ ഇങ്ങനെ ജീവിക്കാം, ഞാൻ എന്തെങ്കിലും ജോലി നോക്കട്ടെ. അത് വേണ്ട ഗൗതം, ഇപ്പോൾ തൽക്കാലം എനിക്കൊരു ജോലി ഞാൻ കണ്ടെത്തിക്കോളാം, അത് പെട്ടെന്ന് തന്നെ ആവണം, ഇന്ന് തന്നെ ആവുമെങ്കിൽ ഇന്ന് തന്നെ ആക്കണം. ഗൗതം സാവകാശവും സമയവും എടുത്ത് ഗൗതമിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഒരു ജോലി തന്നെ ഗൗതം കണ്ടെത്തണം, പറ്റുമെങ്കിൽ സ്വന്തമായ ഒരു ബിസിനസ് എന്ന് ഗൗതമിനോട് പറയുന്നുണ്ട് കേട്ടോ. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഗൗതം ശരിയെന്ന് പറയണേ. പിന്നീട് നിധി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തൻ്റെ ടീച്ചർ ജോലിക്കാണ് കേട്ടോ നിധി പോകുന്നത്. അങ്ങനെ തൻ്റെ ആ പഠിപ്പിച്ചിരുന്ന സ്കൂളിലോട്ട് നിധി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് പ്രിൻസിപ്പാളോട് ചോദിക്കുകയാണ്, എനിക്കൊരു ജോലി വേണം എന്നിങ്ങനെ പറയുമ്പോൾ, എൻ്റെ ടീച്ചർ ജോലി അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അയ്യോ നിധി, ഇപ്പോഴിവിടെ ഒരാൾക്ക് പോലും സീറ്റില്ല. അത് കേൾക്കുന്ന നിധി പറയാം, അങ്ങനെ പറയാതെ മേഡം, എനിക്കൊരു ജോലി വേണം, എനിക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണ്, എൻ്റെ അവസ്ഥ മേഡത്തിന് അറിയണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും തൻ്റെ താലി വിറ്റിട്ടാണ് ഇപ്പോൾ താൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഇന്ന് എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, മാസവരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പായി, അതുകൊണ്ട് മേഡം വിചാരിച്ചാൽ മാത്രമാണ് എനിക്ക് ജോലി കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ, നമ്മുടെ സുകന്യ ടീച്ചറില്ലേ, അവർ 2 മാസം കഴിഞ്ഞ് അവരുടെ നാട്ടിലോട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്. ആ ഒരു വേക്കൻസി ഉണ്ട്, അതിൽ നിനക്ക് ജോലിക്ക് കയറാം, ആ 2 മാസം കഴിഞ്ഞിട്ട് വരും. അയ്യോ എനിക്കത് പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല, എൻ്റെ കയ്യിൽ 1 രൂപയില്ല, ഇപ്പോൾ ഞങ്ങൾക്ക് പണവസ്തുവായി താലിയുണ്ട്, ഇനി ഒരു പണയ വസ്തുവായി ഇനി ഒന്നും തന്നെയില്ല. ഗൗതമിന് ജോലി ആയി വന്നിട്ട് വേണം മേഡം, എന്നൊന്ന് സഹായിക്കുമോ? നിധി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ കൈവിടുമ്പോൾ വളരെ സങ്കടമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് നിന്നെ കൈവിട്ടേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നീ പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് നിധിയെ പറഞ്ഞു വിടണം കേട്ടോ. ഇതേ സമയം പൊള്ളുന്ന വേദനയുമായി നിധി പോവാണ്. എന്ത് ചെയ്യും, തൻ്റെ മുന്നിൽ പ്രതിസന്ധി. എനിക്ക് ഇനി ഗൗതമിനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? ഗൗതമിനെ വിചാരിക്കുന്നത് പോലെ ഹോട്ടൽ ഫുഡും അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിച്ചിരുന്ന ഗൗതം അത് തടയാനും തനിക്ക് കഴിയില്ല. താൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിങ്ങനെ പോകുമ്പോൾ തൻ്റെ സ്കൂളിൽ താൻ ടീച്ചർ ജോലി എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ചേച്ചി ഉണ്ടാവും കേട്ടോ, ആയായി നിന്നിരുന്ന ആ ചേച്ചി ഇങ്ങനെ കുഞ്ഞിനോട് പറയുന്നത്, മോളെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടല്ലേ, എന്തൊരു കഷ്ടമാണ് നിന്നെക്കൊണ്ട്, നീ പറയുന്നതെന്ന് കേൾക്ക്, അപകടം പറ്റിക്കഴിഞ്ഞാൽ എന്നെ എല്ലാവരും വഴക്ക് പറയും. അപ്പോൾ അത് കേട്ട ഉടനെ നിധി എന്തിനാണ് ഈ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എൻ്റെ അവരുടെ പേരെന്തോ ഉണ്ട് കേട്ടോ, അങ്ങനെ അവരോട് പറയുന്നുണ്ട്. ആ സമയം അവർ പറയാണ്, ഈ സ്കൂളിൽ ഞാൻ മാത്രമുള്ളൂ പായായിട്ട്, ഈ കണ്ട കുട്ടികളെയൊക്കെ എനിക്ക് നോക്കണം, മറ്റവൾ എവിടെയെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ആ സമയം അവൾ പോയി, അവളുടെ കുഞ്ഞിന് സുഖമില്ലാതെ അവൾ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, അതുകൊണ്ട് വേറൊരാളെ എത്രയായാലും നോക്കുന്നത്, പക്ഷെ ആയപ്പണി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നിധിക്ക് ആയെങ്കിൽ തീർച്ചയായും താൻ അതിന് കയറണം, കാരണം തൻ്റെ ഗൗതം തൻ്റെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റുള്ളൂ എന്ന തീരുമാനമായി നിധി പിന്നീട് വീണ്ടും പ്രിൻസിപ്പാളുടെ മുന്നിലോട്ട് ചെല്ലാണ് കേട്ടോ. അപ്പോൾ ആ സമയം പ്രിൻസിപ്പാൾ ചോദിക്കും, എന്താ നിധി വീണ്ടും വന്നത്, എനിക്കൊരു ജോലി ഇവിടെ തരുമോ? നിധി, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ജോലിയില്ലയെന്ന്. അതല്ല മാം, എനിക്ക് ഒരു ആയപ്പണി ഇവിടെ ഉണ്ടല്ലോ, ആയക്ക് വേക്കൻസി ഉണ്ടെന്ന് പറയുന്നത്, അതിൽ ഞാൻ കയറിക്കോട്ടെ. എന്താ നിധി ഈ പറയുന്നത്? അയ്യോ അതൊന്നും പറ്റത്തില്ല, നീ ഒരു ടീച്ചറാണ്, നീ അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്, നിൻ്റെ വിലയ്ക്കും നിലക്കും അനുസരിച്ച് ജോലി വേണം നീ ചെയ്യാൻ. അതൊന്നും ഇപ്പോൾ എനിക്ക് നോക്കണ്ട, കാരണം എൻ്റെ ഗൗതം മുന്നോട്ട് പോകണം, എൻ്റെ ഗൗതമിനെ പട്ടിണിക്കിടാതെ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആയെങ്കിൽ വീട്ടുവേല ചെയ്യാനും ഞാൻ തയ്യാറാണ്, എനിക്കത് തന്നോളൂ എന്ന് പറയുമ്പോൾ, നിധി എനിക്ക് ഈ ഒരു വേഷം നീ കിട്ടുന്നതിൽ വളരെ സങ്കടമുണ്ട്, പക്ഷേ എൻ്റെ മാനസികാവസ്ഥ മാഡം നിങ്ങൾ ആലോചിക്കണം, എനിക്കൊരു ശമ്പളം കിട്ടണമെങ്കിൽ ഈ ഒരു വേലയാണ്, അതുകൊണ്ട് ഞാൻ ഇതിന് തയ്യാറാണെന്ന് പറയുമ്പോൾ ആ യൂണിഫോം അങ്ങ് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ നിധി ആ യൂണിഫോമൊക്കെ മാറി അവിടെ ആയി ജോലി ചെയ്യാൻ കേട്ടോ. എന്നാൽ ഇതൊന്നും ഗൗതമിനെ അറിയില്ല. അങ്ങനെ ഗൗതമാണെങ്കിലോ തൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, ഒരു പ്രതാപൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബിസിനസ്
പേഴ്സണിൽ ഒരുപാട് ഫ്രണ്ടുകൾ തനിക്കുണ്ടല്ലോ. അങ്ങനെ അയാളെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പ്രതാപൻ സാറിനെ എനിക്കൊന്ന് കാണണം. അപ്പോൾ ഉടൻ തന്നെ അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട് ശരി ചെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഈ പ്രതാപനോട് ചെന്നിട്ട് ഗൗതം വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന അയാൾ ഗൗതമോ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നിക്കേ എന്നും പറഞ്ഞ് അയാൾ ഗൗതമിനെ കാണാൻ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ ഗൗതമിനോട് പറയുന്നുണ്ട് സാർ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് എനിക്കൊരു ഫോൺ കോൾ ചെയ്താൽ മതിയായിരുന്നില്ലേ, ഞാൻ അപ്പോൾ സാറിനെ കാണാൻ അങ്ങോട്ടേക്ക് എത്തില്ലേ. അത് കേട്ടോടെ അതൊന്നും വേണ്ട പ്രതാപ്, ഇത് എൻ്റെ ആവശ്യമാണ്, നിന്നെ കാണേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. അത് കേട്ടോടെ തന്നെ പ്രതാപ് വാ നമുക്ക് എൻ്റെ ഓഫീസ് റൂമിൽ ഇരിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ ഗൗതം എന്തിനാ എന്നെ കാണാൻ വന്നത്, സാർ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, സാറ് കാരണമാണ് ഇന്ന് ഞാനൊരു പച്ച പിടിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ. എന്താ സാർ ഈ ഗൗതം എന്ന് പറയുന്ന ആൾ ഇന്ന് എത്ര ആൾക്ക് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ്, അങ്ങനെയുള്ള ആൾ എന്നോട് ഹെൽപ്പ് ചോദിക്കുക എന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞു തന്നെ ഇപ്പോഴെൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എന്താണ് ഞാൻ വേണ്ടത് എന്ന് അയാൾ ചോദിച്ച ഉടനെ ഗൗതം പറയണേ എനിക്ക് ഇന്ന ബാങ്കിൽ നിന്ന് കുറച്ച് പണം ലോൺ എടുക്കണം, പിന്നീട് എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് ആ ബാങ്കിൽ എനിക്കൊരു ജാമ്യത്തിന് ഒരാളെ നിൽക്കണം. അത് കേട്ട ഉടനെ ഗൗതമിനോട് ഈ ഒരു പ്രതാപം പറയാണ് എന്തിനാണ് എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത്, ഗൗതം ഒരു ലോൺ എടുക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാർ തന്നെ ക്യൂ ആയി നിൽക്കും, അത്രയും വലിയ മനുഷ്യനല്ലേ നിങ്ങൾ, പിന്നെ എന്തിനാണ് എൻ്റെ അടുത്തോട്ട് വന്നത്, അതല്ല ഒരു ജാമ്യത്തിന് ഒരാൾ വേണമല്ലോ അതുകൊണ്ടാണെന്ന് പറയട്ടോ. അതിനെന്താ ഞാൻ വരാമെന്ന് ഗൗതമിനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം ലോൺ എടുക്കാനുള്ള തീരുമാനമാണ്. എന്നാൽ നിധിയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കി ആയപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഗൗതമിനെ അറിയില്ല. ഗൗതമിന് ഈ നിധിയുടെ അവസ്ഥ എന്തെന്നൊന്നും അറിയാതെ നിധി ഗൗതമിനെ നോക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഗൗതമിന് ഈ ഒരു ലോണും ആ ആൾ എടുത്തു കൊടുക്കും. പിന്നീട് ഭൂമി പൂജയൊക്കെ ചെയ്യുന്ന ആ ഒരു രംഗമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഗൗതം വിളിക്കും, പക്ഷെ വസുന്ധരയെ മാത്രം വിളിക്കില്ല കേട്ടോ. അങ്ങനെ വസുന്ധര മരിക്കാൻ പോകുന്ന അത്രയും വലിയൊരു സീനൊക്കെ ഇനി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാലാണ് ഇനി നിർമ്മലയുടെ ആ ഒരു റോള് വരുന്നത്. നിർമ്മല വന്നു കഴിഞ്ഞാൽ ഇനി CKCക്ക് നല്ലൊരു കിട്ടുക്കൻ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. CKCയുടെ മകനായിരുന്നു ഗൗതം. താൻ ഇത്രയും ക്രൂരതകൾ തൻ്റെ മകനോട് ഒരിക്കലും ചെയ്യരുതായിരുന്നു, താൻ തൻ്റെ ഭാര്യയോട് ചെയ്തതിന് തെറ്റായി പോയി. CKC പിന്നീട് എൻ്റെ മകനെ പോലത്തെ ഒരു മകനെയാണ് ഞാൻ ഇന്ന് ലോകത്ത് ആഗ്രഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനെ കുറിച്ച് ചിന്തിക്കൂട്ട. അങ്ങനെ പിന്നീട് CKC ഇനി ഗൗതമിൻ്റെ കാല് പിടിക്കുമ്പോൾ ഗൗതം തൻ്റെ കാല് കൊണ്ട് തൻ്റെ അച്ഛനാണെന്ന പരിഗണന പോലും കൊടുക്കാതെ ഇങ്ങനെ CKCയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ആ കിടുക്കൻ സീനൊക്കെ നമുക്ക് മുന്നിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിയണം. അതിന് മുന്നേ ശിവാനിയുടെ താണ്ഡവമുണ്ട്. ഇവർ ചെന്ന് കയറിയിരിക്കുന്നത് മിഥുൻ്റെ അടുത്തോട്ടായിരിക്കും. മിഥുന് തൊട്ട് അടുത്ത് തന്നെ താമസിക്കുന്നുണ്ടാവും. ഇനിയാണ് കിടുക്കൻ എപ്പിസോഡ്. ശിവാനിക്ക് ഇനി അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിധി പറഞ്ഞതുപോലെ തന്നെ പ്രണവ് തന്നെ ശിവാനിയെ പോലീസിൽ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട്. എന്നെ ഇത്രയും നാളും കബളിപ്പിച്ചതിലും എൻ്റെ കുടുംബമല്ലാതാക്കി മാറ്റിയതിന് നിനക്കുള്ള ശിക്ഷയടി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് തന്നെ ഈ ശിവാനിയെ പോലീസിൽ പിടിച്ചു കൊടുക്കുന്ന ആ രംഗമൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും കേട്ടോ.